നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് 17/PTI എന്നാണ് ഇതിന്റെ സർവേ കിടക്കുന്നത്. ആ പ്രോപ്പർട്ടി ശോഭാ സുരേന്ദ്രൻ ഇലക്ഷൻ കമ്മീഷനിൽ നോമിനേഷന്റെ കൂടെ കൊടുത്ത അറ്റാച്ച്മെന്റുകളിൽ ഒന്നിലും, അതായത് ഡോക്യുമെന്റിന്റെ അറ്റാച്ച്മെന്റുകളിൽ കാണുന്നില്ല. ഞാൻ വിശദമായി 2 കത്തയച്ചു. എനിക്ക് കിട്ടിയ ലീഗൽ ഒപ്പീനിയൻ എൻക്ലോസ് ചെയ്ത് ശോഭാ സുരേന്ദ്രൻ അയച്ച കത്തുകളാണിത്. ഇതാണ് ലീഗൽ ഒപ്പീനിയൻ. ഇന്ന ഡോക്യുമെന്റ് വേണം. ശോഭാ സുരേന്ദ്രൻ 4/2/2023 3/4/2023 എൻ്റെ കത്തുകൾക്ക് മറുപടി തന്നില്ല. ഈ കത്തുകൾ ശോഭാ സുരേന്ദ്രൻ കൈപ്പറ്റി ബൈ സ്പീഡ് പോസ്റ്റ്. ശോഭാ സുരേന്ദ്രൻ്റെ മുളങ്ങുന്നത്ത് കാവിൽ, അതായത് ഈ ഡോക്യുമെന്റിലുള്ള അഡ്രസ്സിലാണ് ഞാൻ കത്തയച്ചത്. പിന്നെ അതായത് ശോഭാ സുരേന്ദ്രൻ്റെ സംരക്ഷക ഭർത്താവാണ് മോഹൻദാസ്. കേൾക്കുന്നുണ്ടല്ലോ? ശോഭാ സുരേന്ദ്രൻ്റെ സംരക്ഷക ഭർത്താവാണ് മോഹൻദാസ്. ആ മോഹൻദാസിൻ്റെ ഭാര്യ പ്രസന്ന ഒരു ഡിസ്പ്യൂട്ട് ഉന്നയിച്ചിരിക്കുന്നു. എൻ്റെ പ്രോപ്പർട്ടി ഞാൻ അറിയാതെ മോഹൻദാസ് ശോഭാ സുരേന്ദ്രന് വിറ്റിരിക്കുന്നു. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ഇത് രജിസ്റ്റർ ചെയ്യും? പിന്നെ പെർ സെൻറ്റിന് 5 ലക്ഷം രൂപ വെച്ചാണ്. 10 ലക്ഷം രൂപ ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, 5 ലക്ഷം രൂപ വെച്ച് 52 സെൻറ്റ് ആണെന്നാണ് പറഞ്ഞത്, അല്ലാണ്ട് 8 സെൻറ്റ് ഒന്നുമല്ല. പിന്നെ ശോഭാ സുരേന്ദ്രന് കുടുംബഭാഗം കിട്ടിയതുമല്ല. ശോഭാ സുരേന്ദ്രൻ അന്യായമായി മോഹൻദാസിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസന്ന മോഹൻദാസ് അറിയാതെ കൈയടക്കിയ ഭൂമിയാണിത്. ഇത് ലീഗൽ ഒപ്പീനിയൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ശോഭാ സുരേന്ദ്രനെ സമീപിച്ചു. ലീഗൽ ഒപ്പീനിയനിൽ ആവശ്യപ്പെട്ടു പ്രസന്ന മോഹൻദാസും തമ്മിലുള്ള ഡിസ്പ്യൂട്ടിൻ്റെ ഡീറ്റെയിൽസ്. ഒന്നും തരാണ്ട് വന്നാൽ എനിക്ക് അങ്ങനെ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ കഴിയും. അവസാനം ശോഭാ സുരേന്ദ്രൻ ക്രൈം നന്ദകുമാറിനെ മീഡിയേറ്ററാക്കി എന്നോട് പലവട്ടം സംസാരിച്ചു. ഞാൻ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കാണ് എൻ്റെ ലോൺ ആപ്ലിക്കേഷൻ. അവിടുത്തെ CPM ഭരിക്കണമെന്ന് എനിക്ക് ലോൺ കിട്ടുന്നില്ല, അതുകൊണ്ട് ലോൺ കിട്ടുമ്പോൾ തരാം എന്ന് പറഞ്ഞു. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗ്രാമീണ ജനതയെ സംരക്ഷിക്കാനായിട്ട് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അറിയാലോ, ഒരു കൂലി. അതുപോലെ BJPയുടെ സ്ഥാനാർത്ഥിയാവാനുള്ള ഇടി എന്താണെന്നറിയാമോ? പണ ഉറപ്പ് പദ്ധതിയാണത്, സ്ഥാനാർത്ഥിത്വം. അപ്പോൾ ഈ 5 ഞാൻ പഴയ പറഞ്ഞ പോലെ 20 കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കുള്ള 100 കോടി രൂപ കേരളത്തിൽ എത്താണ്ട് പോയി. കൊടകരയല്ല, കൊടകരയ്ക്ക് മുമ്പ്. ഈ പണം കാൻഡിഡേറ്റിൻ്റെ കയ്യിൽ എത്തിയിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്ത് എങ്ങനെ? അതായത് വീണ്ടും പറയാം, അതായത് ശോഭാ സുരേന്ദ്രൻ്റെ ഭർത്താവിൻ്റെ പേര് സുരേന്ദ്രൻ, രജിസ്റ്റേർഡ് ഭർത്താവ്. സംരക്ഷക ഭർത്താവിൻ്റെ പേര് മോഹൻദാസ്. സംരക്ഷക ഭർത്താവ് മോഹൻദാസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ, ഒറിജിനൽ ഭാര്യയായ, രജിസ്റ്റേർഡ് ഭാര്യയായ പ്രസന്നയുടെ പേരിലുള്ള പ്രോപ്പർട്ടി മുക്തിയാർ വഴി ശോഭാ സുരേന്ദ്രന് കൊടുത്തു. പ്രസന്ന അറിയാതെ കൊടുത്തെന്നാണ് ഡിസ്പ്യൂട്ട്. പിന്നെ ഞാനങ്ങനെ രജിസ്റ്റർ ചെയ്യും? ഇതാണ് ശോഭാ സുരേന്ദ്രൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തത്. ഈ ഡിസ്പ്യൂട്ട് നിൽക്കണ കൊണ്ട് ഞാൻ ലീഗൽ ഒപ്പീനിയൻ എടുത്തു. ശോഭാ സുരേന്ദ്രൻ തന്ന എല്ലാ ബേസിക് ഡോക്യുമെൻറ്റുകളുമാണിത്. ഈ ലീഗൽ ഒപ്പീനിയൻ എടുത്തപ്പോൾ 5 കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ ശോഭാ സുരേന്ദ്രന് 4/2/23, അപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? 4/1/23 ഞാൻ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. 5/1/23 ശോഭാ സുരേന്ദ്രൻ്റെ അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആവുന്നു, എൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് വഴി. 4/2/23 ഞാൻ ശോഭാ സുരേന്ദ്രന് സ്പീഡ് പോസ്റ്റ് വഴി കത്തയക്കുന്നു. ഈ ക്ലാരിഫിക്കേഷന് മറുപടി തരൂ. റെസ്പോൺസ് ഇല്ല. 3/4 ഞാൻ വീണ്ടും അയക്കുന്നു, റെസ്പോൺസ് ഇല്ല. ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ശോഭാ സുരേന്ദ്രൻ്റെ ഫോൺ എടുക്കാതെ. മനസ്സിലായ? ശോഭാ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കുടുംബ പശ്ചാത്തലം വളരെ ദയനീയമാണ്. ശരിയാണ്. എനിക്ക് ശോഭാ സുരേന്ദ്രനോട് തോന്നിയ ഒരു ബഹുമാനം എന്താണെന്ന് വെച്ചാൽ, ശോഭാ സുരേന്ദ്രൻ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച പാർട്ടിയാണിത്. ഞാൻ പലവട്ടം സംസ്ഥാന പ്രസിഡന്റ് ആവേണ്ട വക്കത്തെത്തുമ്പോൾ കുന്നുമ്മൽ സുരേന്ദ്രനും V മുരളീധരനും BL സന്തോഷും കൂടി എന്നെ നീക്കി നിർത്തപ്പെടുന്നു. ഹിന്ദുത്വത്തിൻ്റെ അകത്ത് ഹിന്ദുത്വമുണ്ട്. ഞാൻ ഈഴവയുമാണ്, മറ്റത് മൃഗീയ ഹിന്ദുത്വമുള്ളവരാണ് അവരെന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു, സുരേന്ദ്രൻ മുരളീധരനും അതല്ലേ? അവരെന്താ നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നത്? അതിന് മറ്റു ചില കാരണങ്ങളുണ്ട്. ഞാനൊരു സ്ത്രീയാണ്, പരിമിതികളുള്ള സ്ത്രീയാണ്, പരിഗണനകളുടെ പിറകെ ഞാൻ പോയിട്ടില്ല എന്ന് ദയനീയമായി പറഞ്ഞപ്പോൾ എനിക്ക് അവരോടൊരു ബഹുമാനം തോന്നി. ഞാൻ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ ഒരുപാട് ത്യാഗം ഈ പാർട്ടിക്ക് വേണ്ടി ചെയ്തൊരു ലേഡിയാണ് ശോഭാ സുരേന്ദ്രൻ. അതുപോലെ മറ്റൊരു ലേഡി കോൺഗ്രസിലുണ്ട്, ബിന്ദു കൃഷ്ണ. സൈക്കിള് ചവിട്ടിയും ഊഞ്ഞാലാടിയും പാർട്ടി പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. പക്ഷെ അവരൊന്നും പാർട്ടി പരിഗണിക്കില്ല, അതെൻ്റെ വിഷയമല്ല. ഇങ്ങനെ വന്ന ശോഭാ സുരേന്ദ്രൻ എന്നോട് പറഞ്ഞ്, എനിക്ക് ഡൽഹിയിൽ പ്രൈം മിനിസ്റ്റർക്ക് എന്നോട് താല്പര്യമുണ്ട്, പക്ഷേ നമ്പർ 2 എന്നോട് താല്പര്യമില്ല.
പിന്നെ സംഘടനാ സെക്രട്ടറി BL സന്തോഷ് എൻ്റെ മുഖ്യ ശത്രുവാണ്. അപ്പോൾ ഇവരുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു സസ്യ സംഘടിപ്പിക്കണം. അതിന് എനിക്ക് 1 കോടി രൂപ കൊടുക്കണം. ഞാൻ ചോദിച്ചാൽ എവിടെ കൊടുക്കണം? പോണ്ടിച്ചേരി ചീഫ് മിനിസ്റ്റർ വഴി കൊടുത്താൽ എനിക്ക് LG പോണ്ടിച്ചേരി കിട്ടും, ലെഫ്റ്റനൻറ്റ് ഗവർണർ. മേണിക്ക് നല്ല കാര്യം. എൻ്റെ കയ്യിൽ 80 ലക്ഷമുണ്ട്, 20 ലക്ഷത്തിൻ്റെ കുറവുണ്ട്. എൻ്റെ ഭൂമിക്ക് അഡ്വാൻസ് 20 തന്നാൽ 1 കോടി രൂപ തികയും. ഞാൻ പറഞ്ഞു ഞാൻ തരില്ല, 10 ലക്ഷം രൂപ തരും, അതും അക്കൗണ്ട് വഴി. ഇതാണ് ഞാനും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഡീല്. ഒരു ക്യാൻസർ രോഗിയോ അവരുടെ സഹോദരിയോ ഒന്നും അന്ന് പിക്ചറിലില്ല. എനിക്ക് ഇവരുടെ സഹോദരിയോ സഹോദരനെ അറിയില്ല. എന്ത് നേരത്തെ പറയാണ്ടിരുന്നെന്ന് വെച്ചാൽ മനസ്സിലായില്ല. താങ്കൾ ചോദിച്ച ചോദ്യം ഒന്ന് കൃത്യമാക്കി. 4/1/23 അതല്ലേ ബ്രദർ. ഞാൻ ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാൻ ശോഭാ സുരേന്ദ്രനോട് ലീഗൽ ഒപ്പീനിയന്റെ അടിസ്ഥാനത്തിൽ ഡോക്യുമെന്റുകൾ എന്നാവശ്യപ്പെട്ട് കത്തയക്കണ്ടല്ലോ. ഒന്നല്ലല്ലോ, 2 ബൈ സ്പീഡ് പോസ്റ്റ് ലീഗൽ ഒപ്പീനിയൻ എൻക്ലോസ് ചെയ്തിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു പണം തരാൻ പറഞ്ഞു. അവരെൻ്റെ ഫോൺ എടുക്കാണ്ടായി. ക്രൈം നന്ദകുമാറും ഇമീഡിയറ്റായിട്ട് എൻ്റെ അടുത്തേക്ക് അയച്ചു. അവരെ ബുദ്ധിമുട്ടിക്കണല്ലോ. അപ്പോൾ പറഞ്ഞു പാർലമെന്റ് ഇലക്ഷൻ വരട്ടെ. വന്നു. ഞാനതല്ലേ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നിട്ടില്ല ഗ്രാമീണ ജനതയ്ക്ക് പോലെ. അതുപോലെ പണ ഉറപ്പ് പദ്ധതിയായിരുന്നു ക്യാൻഡിഡേറ്റ്ഷിപ്പ്. പണം കിട്ടിയില്ല, പണം പോയി. ആ പാലക്കാരൻ കൊണ്ടുപോയി. 100 കടന്നില്ല, എൻ്റെ പണം തന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ശോഭാ സുരേന്ദ്രനോട് പറഞ്ഞു, ഇവരൊരു ദിവസം ഞാൻ അബദ്ധവശാൽ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോഴെങ്കിലും ഞാൻ ഇവരെന്നോട് പറയും ഞാൻ തരാമെന്ന്. ഇവർ മിണ്ടാണ്ട് പോയി. പ്രിയദർശൻ വിളിക്കണമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോഴും മോഹൻദാസ് അപ്പുറത്തിരുന്ന് കച്ചവടം ഉറപ്പിക്കുന്നുണ്ട് CPI-ക്കാരുമായിട്ട്. ഈ മോഹൻദാസ് ഇവരെ വിറ്റ് ഇവരറിയാതെ മോഹൻദാസിൻ്റെ വിൽപ്പനയ്ക്ക് കീഴടങ്ങിയ ലേഡിയാണ്. ഇവർ വളരെ ആദർശശുദ്ധിയും പരിഭാവനതയുള്ള ലേഡിയായിരുന്നു. ഇപ്പം ഇവർ തട്ടിപ്പിൻ്റെ ഗൂഢസംഘത്തിൽ പെട്ടുകഴിഞ്ഞു. കാരണം ഇവർക്ക് പോണ്ടിച്ചേരി LG ആവാൻ പോണ്ടിച്ചേരിയിലെ BJP സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രി BJPയുടെ അല്ല, ആ മുഖ്യമന്ത്രിക്ക് കൊണ്ട് 1 കോടി രൂപ കൊടുത്താൽ അദ്ദേഹം അമിത്ഷായോട് പറയും ശോഭയെ LG ആയിട്ട് കിട്ടാൻ. ഒരിക്കലും നടക്കാത്ത മനോഹരമായ സ്വപ്നത്തിൻ്റെ കൂടെ പോയി 1 കോടി രൂപ പോയി. അതിനകത്ത് എൻ്റെ 10 ലക്ഷവും കിട്ടും. ഇനി ശോഭ പറഞ്ഞ മറ്റൊരു കാര്യം, പിണറായിയുടെ ഒപ്പം തലയെടുപ്പുള്ള EP ജയരാജൻ. എന്നെയും EP ജയരാജനെയും കാണാൻ കേരളത്തിൻ്റെ ഇൻചാർജ് ജാവദേക്കർ വന്നു, കണ്ടു, സംസാരിച്ചു. എൻ്റെ സാന്നിധ്യത്തിൽ ജാവദേക്കർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ രക്ഷയില്ല. EP ജയരാജൻ പറഞ്ഞു രക്ഷയില്ല, അഡ്ജസ്റ്റ്മെൻറ്റിന് വിധേയമാവാമോ എന്ന് ചോദിച്ചു. പകരം പിണറായി വിജയൻ്റെ വീട്ടിലെ SNC ലാവലിനെ അവസാനിപ്പിക്കാം, യാതൊരുവിധ ബഹളത്തിനും നടപടി ഉണ്ടാവില്ല. ഇതെൻ്റെ ഉറപ്പല്ല, എൻ്റെ വീട്ടിൽ അമിത്ഷാ വരും, അവിടെ വെച്ച് EP ഉറപ്പ് തരുന്നു. ലാംഗ്വേജ് പ്രശ്നമുള്ളതുകൊണ്ട് കുമാരനെയും കൂട്ടിക്കോ. EP പറഞ്ഞ് നടക്കൂല. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ. EP ജയരാജനെയും എന്നെയും ജാവദേക്കർ സ്വന്തമായി വന്നുകൊണ്ട് അന്ന് വണ്ടി കയറിയതെന്നല്ല ഇഷ്യൂ. ഇന്ന് സുധാകരൻ പറഞ്ഞില്ലേ, അന്ന് ജാവദേക്കർ പറഞ്ഞു സുധാകരൻ ഞങ്ങൾ ചൂണ്ടയിൽ കൊളുത്തി. ജാവദേക്കറിൻ്റെ മറാത്തി കലർന്ന ഹിന്ദി പറയുന്നതുകൊണ്ട് ജയരാജന് കൺഫ്യൂസ്ഡായി. അത് ഇംഗ്ലീഷ് വാക്ക് കുറച്ച് ഉപയോഗിച്ച സുധാകരൻ വീണു. പക്ഷേ സുധാകരന് KPCC കിട്ടിയാലും ചാടിപ്പോയി. അല്ലെങ്കിൽ സുധാകരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞങ്ങൾ മുരളീധരനുമായി സംസാരിച്ചു, അരമനസ്. വൈകല്യം ബാധിച്ച് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോയ രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചു. 45% കുഞ്ഞാലിക്കുട്ടിക്ക് അടുത്ത് PM-ഓടെ നിർദ്ദേശപ്രകാരം ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചു. പറയാം, ചോദിക്കൂ. ഞാനും EP-യും ഇരിക്കുന്നിടത്തേക്ക് ജാവദേക്കർ കടന്നു വരുന്നു ഒറ്റയ്ക്ക് ഒരു ടാക്സി. അന്ന് ഞാൻ പോയ ടാക്സിയില്ല, അന്ന് ആരോ വീഡിയോ എടുത്ത ടാക്സിയല്ല, അത് വെറും കാർ ഡിസ്കഷൻ. ജാവദേക്കർ പറഞ്ഞു ലെഫ്റ്റിൻ്റെ സഹായം ഉണ്ടെങ്കിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാം, പകരം SNC ലാവ്ലിൻ കേസ് ഞങ്ങൾ കൺസിഡർ ചെയ്യും. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അടുത്ത പോസ്റ്റിംഗ് പറയും ലാവ്ലിൻ കേസിൽ നിന്ന് CBI പിൻവലിക്കുന്നു. നെക്സ്റ്റ്, സ്വർണം കള്ളക്കടത്തും മറ്റുമെല്ലാം അന്വേഷണത്തിൻ്റെ ഏകദേശം എത്തി നിൽക്കിയിരിക്കുന്നു, അത് സ്റ്റോപ്പ്. വൈദേഹത്തിനെതിരെയുള്ള പരാതി പറഞ്ഞപ്പോൾ ജയരാജൻ പറഞ്ഞു വൈദേഹത്തിനുള്ള പരാതികൾ അന്വേഷിച്ചോ, അത് വെച്ച് എന്നെ പറയണ്ട. വൈദേഹത്തിനുള്ള പരാതിയിൽ എനിക്കൊരു പങ്കാളിത്തവുമില്ല. എൻ്റെ ഭാര്യയുടെ ഡിപ്പോസിറ്റും അതിൽ 2 ഡിപ്പോസിറ്റ് വന്നിട്ടുണ്ട്. ഒരു മുസ്ലിം ഡിപ്പോസിറ്റ് 3.5 കോടിയും വേറൊരു ഡിപ്പോസിറ്റും മാത്രമാണ് EDയുടെ ECIRൻ്റെ പരിധിയിലുള്ളൂ.
അതുകൊണ്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും അന്വേഷിച്ചോ, എന്നെ ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ, അത് പറഞ്ഞ് ബാർഗൈൻ ചെയ്യണ്ട, അല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കണം. ജയരാജൻ പറഞ്ഞു കേരളത്തിൽ നടക്കില്ല. എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും? അവിടെ ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ മുന്നണിയുടെ ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കാൻ വരുന്നത്, CPM അല്ല. അതിനപ്പോൾ ഞാനൊരു ഉപാധി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അതായത് പിണറായി വിജയൻ്റെ കാലത്ത് മുമ്പ് PC തോമസ് വഴി BJPയുടെ സഹായം തേടിയപ്പോൾ മൂവാറ്റുപുഴയിൽ നിന്ന് PC തോമസിനെ ജയിപ്പിക്കാൻ ഇസ്മയിലിനെ കാൻഡിഡേറ്റ് ആക്കി കൊടുത്തു. എന്നാൽ ഇന്ന് LDFനെ സഹായിക്കുന്ന ആ പള്ളികളിൽ തർക്ക വിഭാഗം ഉണ്ടല്ലോ, കോലഞ്ചേരി പിതാവ് പറഞ്ഞ കത്ത് കൊടുത്ത കത്ത് മാറ്റി വെച്ച് പിണറായി വിജയൻ അന്ന് ഇസ്മയിലിനെ സ്ഥാനാർത്ഥിക്ക് കൊടുത്ത 500 വോട്ടിന് PC തോമസിനെ ജയിപ്പിച്ച ചരിത്രമുണ്ട് CPMന്റെ കയ്യിൽ. ആ ചരിത്രം ഇവിടെ നടപ്പിലാക്കാമെന്ന് ചോദിച്ചപ്പോൾ തൃശ്ശൂർ സീറ്റ് CPIക്കാണ്. അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല, സുരേഷ് ഗോപിയെ മാറ്റാൻ പറ്റൂലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചർച്ച പരാജയപ്പെട്ടു. അങ്ങനെ ഒരു അറ്റംപ്റ്റും കൂടി ജാവദേക്കർ തന്നെ ഡൽഹിയിൽ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചു. ഉണ്ടാവും 4 തവണ ഞാൻ ജാവദേക്കറുമായി എല്ലാ ഏരിയയും ഡിസ്കസ് ചെയ്തു. ഒരേ ഒരു സീറ്റ് അമിത്ഷാ ജാവദേക്കറുടെ വീട്ടിൽ വരും. തീൻമൂർത്തി അദ്ദേഹത്തിൻ്റെ വീട്, പേര് ഞാൻ ഓർക്കുന്നത്, രാഹുൽ ഗാന്ധിയുടെ പഴയ വീടിൻ്റെ തൊട്ട് വീട് വരും. അമിത്ഷാ അവിടെ വെച്ച് സംസാരിക്കാം, എന്തുറപ്പും തരാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു CPMനെ സ്പ്ലിറ്റ് ചെയ്യാനോ CPMൽ കയറി പറ്റാനോ പറ്റില്ല. പിന്നെ വേറൊരു ആരോപണം ഇന്ന് സുധാകരനും ശോഭാ സുരേന്ദ്രനും പറഞ്ഞ്, ജാഥ നടക്കുമ്പോൾ തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ജാവദേക്കർ തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിൽ ഒരു മുറിയിൽ എന്നെ കാണാൻ വന്നു. അന്ന് EP ജയരാജനും MB ഗോവിന്ദനും മന്ത്രി K രാധാകൃഷ്ണനും വിവിധ മുറികളിലുണ്ട്. റിസപ്ഷനിൽ കൂടി തലയെ തുണിയിട്ട് ജാവദേക്കർക്ക് വരാൻ പറ്റൂലല്ലോ, ഇസഡ് കാറ്റഗറിയുള്ള ജാവദേക്കർക്ക്. കണ്ട് ജാവദേക്കർ എന്നോട് പറഞ്ഞു ഒരിക്കൽ കൂടി ഒരു സന്ധി സംഭാഷണത്തിന് സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഒരു സന്ധി സംഭാഷണവും ഫലം ചെയ്യില്ലെന്ന് ഞാൻ ജാവദേക്കറോട് കൃത്യമായി പറഞ്ഞ് അദ്ദേഹം വിടവാങ്ങി. അദ്ദേഹം തെലങ്കാനയിലെ പ്രഭാരിയായി പോയി. തിരിച്ച് വീണ്ടും വന്നപ്പോൾ എന്നെ കൂട്ടിമുട്ടി. എന്തെങ്കിലും ഒരു ചാൻസ് ഞങ്ങൾക്ക് ഒരു സീറ്റ് പിടിക്കാം, എന്തു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാർ. SNC ലെവലിൻ കേസ് I am fight SNC, but I am ready to concede. What base you concede in Supreme Court? Tell me, this is CBAP? Yes, you don't worry at all. അതായത് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കൊടുത്ത അപ്പീലാണ് CBIയുടെ. ഞങ്ങൾ പറയും ഈ അപ്പീൽ കാലഹരണപ്പെട്ടു, വിറ്റ്നസ്സുകൾ മരിച്ചുപോയി, CBI ഇൻട്രസ്റ്റ് സാഹചര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ പഴയ പ്രഫുൽ പട്ടേലിന്റെ കേസ് സുപ്രീം കോടതി അന്വേഷിച്ച കേസ് ക്ലോസ് ചെയ്തല്ലോ. അപ്പൊ പിണറായി വിജയന്റെ സംരക്ഷകനായുള്ള ഡിസ്കഷനാണ് EP ജയരാജൻ വന്നത്. അല്ലാണ്ട് EP ജയരാജൻ തലയിൽ ഓളം ഉണ്ടോ അനാഥനാവാൻ BJP പോവാൻ? അനാഥനാവാൻ BJP പോണോ? ജാവദേക്കർ വന്ന് കണ്ട സെറ്റിൽമെന്റ്, ജാവദേക്കർ അടുത്തേക്ക് പോയ സെറ്റിൽമെന്റ് അല്ല, ജാവദേക്കർ ഹിംസെൽഫ് ഒറ്റയ്ക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു കുന്നുമ്മൽ സുരേന്ദ്രനോ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അവരെയൊന്നും കൂട്ടിയാൽ ഇത് ഫലപ്രദമാവില്ല, അവർ ലീക്ക് ചെയ്ത് മറ്റ് സൈഡുകളിൽ കൊടുക്കും. ജാവദേക്കർക്ക് പോലും വിശ്വാസമില്ല കേരളത്തിലെ പാർട്ടി ഘടകത്തെക്കുറിച്ച്. ജാവദേക്കർ ഒരുപാട് ഡിസ്കഷൻസ് ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് ടോപ്പ് ലെവൽ വരെ നടത്തി. പക്ഷേ ജാവദേക്കർ എന്നോട് പറഞ്ഞൊരു വേടുണ്ട്, ഞങ്ങൾ കോൺഗ്രസ് മുക്ത കേരളം എന്ന് പറഞ്ഞത് മണ്ടത്തരമായി. ഈ CPMനെ ഞങ്ങൾ അനാവശ്യമായി 21 എത്തിക്കാൻ ശ്രമിച്ച്. ഇപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഹിന്ദു വിഭാഗത്തിൻ്റെ മെജോറിറ്റി CPMന്റെ കൂടെയാണ്. അപ്പം ഞാൻ ജാവദേക്കറോട് നിങ്ങൾ ആർക്കോട് ഹിന്ദുത്വം പറഞ്ഞാൽ പോരെ കേരളത്തിൽ സീറ്റ് പിടിക്കാൻ? സുരേഷ് ഗോപിക്ക് വേണ്ടി ആവശ്യത്തിൽ കൂടുതൽ പ്രയത്നിച്ചു പുള്ളി. അമിത്ഷായെ വച്ച് ഡിസ്കഷൻ നടത്താം, നമുക്കെല്ലാം സെറ്റിൽ ചെയ്യാം. 26 വീണ്ടും LDFന് തിരിച്ചു വരാനുള്ള കളവൊരുങ്ങും. അപ്പം ഞാൻ ജാവദേക്കറോട് ചോദിച്ചു 24 NDA ഇന്ത്യയിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെങ്ങനെ 26 എത്തിക്കും? ഞങ്ങളെയല്ല LDFന്. ഇപ്പം കയ്യാലപ്പുറത്തെ തേങ്ങയാണ് NDA. ജൂൺ 4 അറിയാം സ്ഥിതി. ഇപ്പം 400-300 ജാവദേക്കർ തിരുവനന്തപുരത്ത് വന്ന് അവിടെ ഒരു ഫ്ലാറ്റിൽ പോയാണ് ഞങ്ങൾ കൂടിക്കാഴ്ച. ഫ്ലാറ്റിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. കാറ് ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി. ഒരു ഫ്ലാറ്റ് പറഞ്ഞു, ആ ഡ്രൈവർ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി. ലിഫ്റ്റ് വഴി നേരെ മോളിൽ ചെന്നു. അപ്പോൾ താഴെ ഒന്ന് നേരെ ലിഫ്റ്റ് വരെ ചെന്നു കാറ്. അവിടെ വെച്ച് ഡിസ്കസ് ചെയ്തു. ഞാനെന്തിനാ ഫ്ലാറ്റിൻ്റെ പേര് ശ്രദ്ധിക്കണം? ഞാൻ ഫ്ലാറ്റിൻ്റെ പേര് ശ്രദ്ധിക്കാനല്ലോ ഡിസ്കഷൻ. കണിശതയും കർക്കശ. എൻ്റെ ഷിജു
നമ്മൾ അൺപാർലമെന്ററി ചോദിക്കാണ്ട് പാർലമെന്ററി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഗൗരവത്തോടുകൂടി മുന്നോട്ട് പോവാം. ജാവദേക്കർ എന്നെ ഫോണിൽ വിളിക്കും, എന്നെ നിരന്തരം വിളിക്കുന്ന ജാവദേക്കറാണ്. ജാവദേക്കർ വിളിക്കും, ഞങ്ങൾ കണ്ടുമുട്ടുണ്ട് ഡൽഹിയിൽ. പക്ഷം അദ്ദേഹത്തിന് പ്രഭാരി കിട്ടിയിട്ട് ഈ തെലങ്കാനയ്ക്ക് പോണതിന് കുറച്ച് മുമ്പ് സുധാകരൻ ഓൾറെഡി വീഴ്ചു. KPCC കിട്ടിയില്ലെങ്കിൽ സുധാകരൻ ആണ്, അല്ലാതെ ഇന്ന് സുധാകരൻ EP ജയരാജന്റെ പേര് പറഞ്ഞു. സുധാകരൻ 100% തീരുമാനത്തിലെത്തി. സാമ്പത്തികവും ഭൗതികതയും ഭൗതിക സാഹചര്യവും എല്ലാം ഫിക്സ് ചെയ്ത് എഗ്രിമെന്റും. ജാവദേക്കർ EP ജയരാജനെ എന്നെയും എന്നെയും കണ്ടു, ഞാനുണ്ട് ആ ഡിസ്കഷൻ. ഞങ്ങൾ വന്നു, ജാവദേക്കർ ടാക്സിയിൽ വന്നു. ജാവദേക്കർക്ക് അറിയില്ലല്ലോ വടക്കും. ഇല്ലില്ല, ഞാൻ പറഞ്ഞു ഒരാൾ സമ്പടി വരും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അറിയില്ല. ജാവദേക്കർ അവിടെ എത്തി, കണ്ടപ്പോൾ ജാവദേക്കറെ കണ്ടറിയാമല്ലോ, കേരളത്തിന്റെ ഇൻചാർജ്. അല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല, സർപ്രൈസായി. പക്ഷെ വിഷയം എന്താണ്? LDFന് സഹായകര വിഷയം കൊണ്ടല്ലേ വന്നേക്കണ. SNC ലാവ്ലിൻ അടുത്ത പോസ്റ്റിങ്ങിൽ കൺസീഡ് ചെയ്യുന്നു, ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. വലിയ കാര്യമല്ലേ? EP ജയരാജനെടുത്ത തെറ്റെന്താ? എന്താ തെറ്റ്? ഇന്ന് സുധാകരൻ പറഞ്ഞല്ലോ ഗവർണറാക്കാന്ന് പറഞ്ഞു. ഏത് ഗവർണർ? എവിടെ ഗവർണർ? ഒരു ഗവർണർ പോസ്റ്റ് പോലും വേക്കൻസി ഇല്ല സമയത്ത്. തൃശ്ശൂർ സീറ്റിൽ മാത്രം സഹായം നടക്കില്ല. കാരണം അത് LDFന്റെ മുന്നണിയിൽ CPIയുടെ സീറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, PC തോമസിന്റെ സഹായം പണ്ട് പിണറായി വിജയൻ തേടി. അന്ന് PC തോമസ് വാജ്പേയി മന്ത്രിസഭയിലോ MOS ലോ. പിന്നെ PC തോമസിനെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയനും ഞാനും തമ്മിൽ എക്കച്ചക്കലായി. പക്ഷെ സഹായിച്ചേ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ ധാരണ. അങ്ങനെ മൂവാറ്റുപുഴയിലെ ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള കോൺസ്റ്റിറ്റ്യുവൻസിൽ ഇസ്മായിലിനെ നിർത്തി 500 വോട്ടിന് PCയെ കരകയറ്റി. ഓർക്കുന്നുണ്ടോ? അതിനുശേഷം മൂവാറ്റുപുഴ മണ്ഡലം നിന്നുപോയി. അതേ ടെക്നിക്ക് നമുക്ക് ഒരു സീറ്റിന്. അപ്പോൾ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും അവിഞ്ഞ ഘടകകക്ഷിക്ക് ഒരു സീറ്റ് കൊടുത്തിട്ട് നോക്കാമെന്നോർത്ത്, കടന്നപ്പള്ളിയുടെ പാർട്ടിക്ക് വല്ലത്. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ വിട്ട് മാറൂല. ആ, അനിൽ ആന്റണി എറണാകുളത്തും PC ജോർജ് പത്തനംതിട്ടയിലും സുരേഷ് ഗോപിയെ മറ്റൊരു സ്ഥലത്തേക്കും മാറ്റി ഒരു ധാരണയിൽ എത്താമെന്ന് പറഞ്ഞു. അതിന് തയ്യാറായിരുന്നെങ്കിൽ ചിലപ്പോൾ NDAക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കായിരുന്നു. ഇപ്പോൾ 20 സീറ്റും തോക്കും. അനിൽ ആന്റണി പറഞ്ഞുകൊണ്ടിരിക്കണല്ലേ ഞാൻ മുന്നോട്ടാണെന്ന്. മുന്നോട്ടല്ല, പിന്നോട്ട്. കാരണം ജൂൺ 4-ാം തീയതി ഘടകകക്ഷിയിലെ സീറ്റ് ഓൾറെഡി അവര് സുനിൽകുമാർ സുനിൽകുമാർ മുൻകൂട്ടി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു. പിന്നെ കാനം മരിക്കണേന് മുമ്പ് പറഞ്ഞ് അത് സുനിലിന് കൊടുക്കേണ്ട സീറ്റാണ് LDF കൺവീനറോട്. അതൊന്നും അല്ല. ഒരു സീറ്റ് ജയിച്ചാൽ പകരം എന്തും ചെയ്യും. 26 LDFന് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കും. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ച് 24-ൽ NDA വന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ 26-ൽ LDF എങ്ങനെ തിരിച്ചു വരുമെന്ന് പറയാൻ മിസ്റ്റർ ജാവദേക്കർ എന്ന് പറഞ്ഞു. ഒന്നും വേണ്ടിയില്ല. പ്രീ ഡിഗ്രി കഴിഞ്ഞ സ്പോട്ട് ലൈവ് തുടരുന്നു. ഒരു നാടിനെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിരിക്കുകയാണ് ആലപ്പുഴ പെരുമ്പളത്തെ 22-കാരന്റെ ആത്മഹത്യ. സമീപ സ്ഥലത്തുള്ള ഒരു സംഘം അഭിരാം എന്ന യുവാവിനെ കൂട്ടം ചേർന്ന് ആക്രമിച്ചതായും ഇതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തുവെന്നുമാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആരോപണം. 3 വർഷമായി പ്രദേശത്തെ കുട്ടികൾ ആക്രമണത്തിന് ഇരകളാകുന്നുവെന്നും രക്ഷിതാക്കൾ പറയുന്നു. അഭിരാമിന്റെ ആത്മഹത്യയെ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരിക്കുമെന്ന് പെരുമ്പളം പഞ്ചായത്തിലെ 200ഓളം വോട്ടർമാരും പറയുന്നുണ്ട്. പോലീസോ രാഷ്ട്രീയ പാർട്ടികളോ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു പെരുമ്പളത്ത് നിന്ന്. ശരണ്യ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അഭിരാം എന്ന യുവാവിനെ ആത്മഹത്യ നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ ഇതിനുശേഷം ഗുരുതരമായിട്ടുള്ള ആരോപണം, ഒരു സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ആരോപണം ഉന്നയിച്ച് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ ഇടപെടുന്നില്ലെന്ന് പറയുന്നു. എന്താണ് ഈ യുവാവിന്റെ ആത്മഹത്യക്ക് കാരണമായി ബന്ധുക്കളും നാട്ടുകാരും ഉന്നയിക്കുന്ന വിഷയം? ശരണ്യ.
ടോമ, ഇവിടെ വളരെ വിചിത്രമായ ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ 3 വർഷക്കാലമായി ഈ പെരുമ്പളം പഞ്ചായത്തിലെ ഇപ്പം നമ്മളുള്ളത് 2ാം വാർഡിലാണ്. ഇവിടുത്തെ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരുടെയും രക്ഷകർത്താക്കളുടെയും, പ്രത്യേകിച്ച് രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും വലിയ ആശങ്കയുടെ കാര്യങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതിനു മുമ്പ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അഭിരാം എന്ന 22 വയസ്സുകാരന്റെ വീട്ടിലാണ്. അഭിരാമ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അഭിരാമിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കോമ്പൗണ്ടിലായിരുന്നു തൂങ്ങി മരിച്ച നിലയിൽ അഭിരാം കണ്ടത്. അതിന് തൊട്ട് മുൻപത്തെ ദിവസം, അതായത് തിങ്കളാഴ്ച, അഭിരാമ പരസ്യമായ ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അതായത് ഒരു സംഘം അക്രമി സംഘം അവരെ നിരന്തരം ഈ പ്രദേശത്തെ കുട്ടികളെ മർദ്ദിക്കുന്നു. അതായത് ഇതിലേക്ക് നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 3 വർഷം മുമ്പ് ഈ പ്രദേശത്തെ കുട്ടികളുമായി ഇവരൊരു സംഘർഷം ഉണ്ടായിരുന്നു. ആ സംഘർഷത്തിന് ശേഷം ഇവിടെയുള്ള ഏത് തലമുറയിൽപ്പെട്ട കുട്ടികളാണെങ്കിലും അവർ സ്കൂളിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ പുറത്തേക്ക് പോവുകയും, ഇവിടെ പെരുമ്പളം ദ്വീപാണ്, ഇവിടുന്ന് ജങ്കാർ വഴി മാത്രമേ പുറത്തേക്ക് പോകാൻ കഴിയൂ. ആ പ്രദേശത്തേക്ക് കുട്ടികൾ സഞ്ചരിക്കുമ്പോൾ അവർ മർദ്ദനത്തിന് ഇരയാകുന്നു എന്നാണ് രക്ഷകർത്താക്കൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് ഇവർ നിരവധി പരാതികൾ ഇപ്പോൾ പൂച്ചക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയാണ് പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിൽ മാസ് പെറ്റീഷൻ ഈ വാർഡിലുള്ള ആളുകൾ നൽകിയിട്ടുണ്ട്. ഇതൊന്നും പ്രത്യേകിച്ച് CPM-ന് വളരെ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. അത്തരത്തിൽ പരാതികളൊക്കെ നൽകിയിട്ടും ഈ പാർട്ടി തലത്തിൽ ഒരു സെറ്റിൽമെന്റ് നടത്തി ഇടികൊണ്ട്, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ആക്രമിക്കപ്പെട്ട കുട്ടികളുടെ കുടുംബത്തിൽ നിന്നും 10,000 രൂപ വാങ്ങി ആ അക്രമി സംഘത്തിന് കൊടുത്ത് ഈ പരാതി ഇവിടെ പിൻവലിക്കുന്നു എന്നുള്ള രീതിയിൽ ഇവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പിന്നീട് നിരന്തരം ഇവർ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായ സംഭവത്തിന് ശേഷം, അക്രമത്തിന് ശേഷം, പരസ്യമായ മർദ്ദനത്തിന് ഇരയായ ശേഷം തന്റെ സുഹൃത്തുക്കൾക്കടക്കമുള്ള കുഞ്ഞനുജന്മാർക്കടക്കമുള്ള ആളുകൾക്ക് ഇനി ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാവരുത് എന്ന് എഴുതി വെച്ചിട്ടാണ് അഭിരാം എന്ന 22 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തത്. എന്തായാലും ഇവിടെ ഒരു കൂട്ടം രക്ഷകർത്താക്കൾ നമ്മളോടൊപ്പമുണ്ട്. ഇവർ പറയുന്നത് ഈ സംവിധാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നും അവർ വിശ്വസിക്കുന്നില്ല, ഈ സംവിധാനങ്ങളിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിക്ക്, അഭിരാമിന്, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്, ഇങ്ങനെ ഒരു ഗതികേട് വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 200ഓളം വരുന്ന വോട്ടർമാർ അവർ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് അവർ ബഹിഷ്കരിക്കും, അതായത് വോട്ട് ചെയ്യില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ എല്ലാ മുന്നണികളോടും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമ്മളോടൊപ്പം ഇവിടെ ആശങ്കയോടെ ജീവിക്കുന്ന കുറെ അമ്മമാരുണ്ട്. തൊട്ടപ്പുറത്തായി നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്നത് അഭിരാമിന്റെ അമ്മയാണ്. ആ വീടിന്റെ ഏക ആശ്രയമായിരുന്ന ആളാണ് അഭിരാമ. ആ അഭിരാമ ആണ് ഇവർക്ക് നഷ്ടപ്പെട്ടത്. മാത്രമല്ല ഈ ദൃശ്യങ്ങൾ കാണുന്ന കുട്ടികൾ, ഇവരുടെ കണ്ണുകളിൽ നിഴലിക്കുന്ന ആശങ്ക, ആ ആശങ്കയ്ക്ക് പോലും പരിഹാരം കാണാൻ ഇവിടുത്തെ ഭരണ സംവിധാനത്തിനോ ഒപ്പം തന്നെ നിയമ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് ഇവർക്ക് പുറത്തേക്ക് പോകാൻ ഭയമാണ്, എവിടെ ചെന്നാലും മർദ്ദിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആ സാഹചര്യത്തെക്കുറിച്ച് ഇവിടുത്തെ രക്ഷകർത്താക്കൾ തന്നെ പറയട്ടെ. അവരാണ് ഇതിനകത്ത് ഇരയാക്കപ്പെടുന്ന ആളുകളും. എങ്ങനെയാണ് ഒരു നിമിഷം അവരിലേക്ക് പോകുന്നതിന് മുൻപ്, ആരാണ് ഈ കുട്ടികളെ ഇതേ രീതിയിൽ മർദ്ദിച്ചത്? അവർക്ക് നേരെ പലപ്പോഴും ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അവരെ തിരിച്ചറിയാൻ കഴിയുമോ? ഈ സമീപത്തുള്ളവർ തന്നെയാണോ? സാമൂഹ്യ വിരുദ്ധരാണോ? ഇവർക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലേ ശരണ്യ? ടോമോ, അക്രമി സംഘം എന്ന് പറയുന്നത് ഒരുപറ്റം ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അവര് പലരും ലഹരിക്ക് അടിമയായിട്ടുള്ള ആളുകളാണ് എന്ന് പറയുന്നു. ലഹരി ഉപയോഗമൊക്കെ തന്നെയാണ് ഈ അക്രമത്തിലേക്ക്, ഈ കുട്ടികളെ ആക്രമിക്കുന്നതിലേക്ക് എത്തിക്കുന്നതെന്നുള്ളതാണ്. അവരുടെ പേരുകളടക്കം കഴിഞ്ഞ ദിവസം ആത്മഹത്യാ കുറിപ്പിൽ ഒരു ഉണ്ണി എന്ന് പറഞ്ഞ ഒരു ആളുടെ പേരുൾപ്പെടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? ഈ ആക്രമിച്ച ആളുടെ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്ന ആളുടെ പേരെന്താണ്? ആനന്ദുണ്ണി. എന്താണ് ഈ 3 വർഷക്കാലമായിട്ട് ശേഷം ഒന്ന് നീങ്ങി നിൽക്കും? 3 വർഷക്കാലമായിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? 3 വർഷക്കാലമായിട്ട് ഒരു അമ്പലത്തിലൊരു ഉത്സവത്തിന് ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾ പോയതാണ്. അന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അമ്പലത്തിൽ ചെന്നതിന് ശേഷം ഈ കുഞ്ഞുങ്ങൾ പരിപാടി കണ്ടിരുന്നപ്പോൾ ഈ പെരുമ്പളത്തിന്റെ തെക്ക് ഭാഗത്തുള്ള കുറച്ച് കുട്ടികൾ വന്ന് അവരെ ആക്രമിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പിന്തുടർച്ചയായിട്ട് കുട്ടികൾക്ക് ഒരിടത്ത് പരിപാടി കാണാനോ ഒരു കല്യാണ സ്ഥലത്ത് ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവർ അവിടുന്ന് കുറച്ച് ഗുണ്ടകളെ പോലെ കുറെ കുട്ടികൾ വന്ന് ഇവരെ തല്ലിച്ചതച്ചതിന് ശേഷം നമ്മളപ്പോൾ ഉത്സവപ്പറമ്പിൽ ചെല്ലുമ്പോഴായിരിക്കും പറയണത്, നിങ്ങളുടെ അടുത്ത പിള്ളേരെ തെക്കൊരു പിള്ളേർ വന്ന് ചതച്ചിട്ടേക്കുകയാണെന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ അറിയണത്. അപ്പൊ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ പഞ്ചായത്തിൽ ഒരു പരാതി കൊടുത്തു. രക്ഷിതാക്കൾ എല്ലാവരും കൂടി എടുത്ത് ഇവിടുന്ന് തെക്കേറ്റം വേണം പഞ്ചായത്തിൽ. ഞങ്ങൾ നടന്നാണ് എല്ലാവരും കൂടി പോയി പരാതി കൊടുത്തതിന് ശേഷം ഞങ്ങൾ ചെന്നപ്പോൾ പ്രസിഡന്റ് ഇല്ലാന്നിട്ട് വൈസ് പ്രസിഡന്റിലാണ് അപേക്ഷ കൊടുത്തത്. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടും ഇതിനൊരു മറുപടി ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ പ്രസിഡന്റിനെ വിളിച്ച് ചോദിച്ചാണ് ഇങ്ങനെ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായി, മാഡം കണ്ടില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തായിരുന്നെന്ന് പറഞ്ഞ് ഞാനിത് കണ്ടില്ലെന്ന് പറഞ്ഞ് അത്
അതിനുശേഷം ഇവിടുത്തെ മെമ്പറിനോട് പറഞ്ഞ് മെമ്പർ ഇടപെട്ട് ഞങ്ങളെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ച് ഇവിടുന്ന് ഞങ്ങളുടെ രക്ഷിതാക്കൾ കുട്ടികളും കൂടി പാർട്ടി ഓഫീസിലേക്ക് ഒത്തുതീർപ്പിനെന്നും പറഞ്ഞ് ചെന്നതിന് ശേഷം ഞങ്ങളിത് ചോദിക്കുകയും ചെയ്തു. ഞങ്ങൾ തന്നൊരു പരാതി എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസിഡന്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റണതല്ല. ഇത് നിങ്ങൾ പോലീസ് സ്റ്റേഷനെ സമീപിച്ചിട്ടില്ലേ? പോലീസിൽ പരാതി കൊടുത്ത് കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ച് അവര് അവിടുന്ന് അവര് പറഞ്ഞു ഒത്തുതീർപ്പാണ് ഇവിടുത്തെ പ്രധാന ഘടകം. ഒത്തുതീർപ്പാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് 1 മാസം ഞങ്ങൾ സമാധാനത്തോടെ ഇരിക്കും. വീണ്ടും ഇത് തന്നെയാണ് ആവർത്തിച്ചോണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ്? CPM ആണ്. അപ്പൊ ഈ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിലാണോ ഈ സെറ്റിൽമെന്റ്? CPM പ്രവർത്തകരെ നമുക്ക് അടച്ചു പറയാൻ പറ്റില്ല. എല്ലാവരും ഒരുപോലെ എല്ലാവരല്ല. ഇതിൽ കുറച്ച് അവർക്ക് സപ്പോർട്ട് നിൽക്കുന്ന CPMകാരും DYFIക്കാരും ഉണ്ട്. ഈ അക്രമ സംഘത്തിന് കൂട്ടി നിൽക്കണവര്. ഈ കഴിഞ്ഞ ദിവസം അഭിരാം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അക്രമത്തിന് ഇരയായി എന്നുള്ളതാണ് പറയുന്നത്. അന്ന് ഈ കാണുന്ന ചേച്ചിയുടെ വീട്ടിന്റെ മുന്നിൽ വെച്ചാണ് അഭിരാമിനെ ആ സംഘം ആക്രമിക്കുന്നത്. അവർ ആ സംഭവത്തെ കുറിച്ച് നമ്മളോട് വിശദീകരിക്കും. കഴിഞ്ഞ ദിവസം ഉണ്ടായതൊന്ന് പറയും. ഞങ്ങള് വീട്ടിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ മകളോടി വന്നിട്ടും പറയണത് അഭിരാമിനെ എല്ലാവരും കൂടി തല്ലണമെന്ന് പറഞ്ഞു. ഞങ്ങള് അമ്മയെ പിന്നെ എൻ്റെ ഭർത്താവും കൂടി ഓടിച്ചെന്നപ്പോൾ കൊച്ചിനെ വളഞ്ഞിട്ട് നല്ല തല്ലാണ്. ഇപ്പം എന്താന്ന് ചോദിച്ചപ്പോൾ അവരൊന്നും പറയണില്ല. അവരെ കൊച്ചു കഴുത്തിന് പിടിച്ച് നെരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ പറഞ്ഞു തല്ലെന്ന് പറഞ്ഞ് പിന്നെയും തല്ലിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ പിന്നെ അവനെ രക്ഷപ്പെടുത്തി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തി. അപ്പോൾ അവിടെ വന്ന് വീട്ടിലും വന്ന് കയറി വീടിനകത്ത് കയറി ആക്രമിച്ചു. വീടിന് ഞങ്ങളുടെ പടിയുടെ അവിടെ വരെ കയറിയപ്പോൾ ചേട്ടൻ പറഞ്ഞു അകത്തേക്ക് കയറാൻ പറ്റിയല്ലെന്ന് പറഞ്ഞു. ആ പടിയുടെ അവിടെ വന്ന് പിന്നെയും കൊച്ചിനത്തല്ലേ. അപ്പോഴും മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ദിവസം അപ്പോൾ ഈ കുഞ്ഞ് തൊഴുതണ്ട് പറയണേ എന്നെ തല്ലല്ലേ. അപ്പോഴും ഞാൻ പറഞ്ഞു എന്താ മാനെ നീ ഇങ്ങനെ നിൽക്കണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചേച്ചി അനങ്ങല്ലേ എന്നാ ഞങ്ങളോട് പറയണത്. എന്താണ് അവരുടെ കയ്യിൽ എന്തുകൊണ്ട് ആയുധങ്ങൾ കണ്ടായിരുന്നു. ഈ കൊച്ചിനെ അങ്ങനെ ഭീഷണിപ്പെടുത്തി കൊച്ചിനെ നിർത്തിയേക്കായിരുന്നു. അന്ന് നല്ലോണം ഉപദ്രവിച്ചു കൊച്ചിനെ. അതാണ് പറയുന്നത്. അതായത് പാടത്ത് ഇട്ട് അടിച്ച് ഓടി ഇവരുടെ വീട്ടിലേക്ക് കയറി വീടിന്റെ മുൻവശത്തും ഇട്ട് ഇവരുടെ മുമ്പിൽ വെച്ച് ഇവര് അടിക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും അതിനുശേഷവും ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഈ വീട്ടിലെ ആകെ ഒരു ആൺതരിയാണ്. ആകെ ഈ വീടിന്റെ ആശ്രയമായിരുന്ന ഒരു കുട്ടി. ഈ കുട്ടികളോട് നമുക്ക് ചോദിക്കാം. നിങ്ങൾ ഒന്ന് ഇറങ്ങി വന്ന് ചോദിക്കട്ടെ. നിങ്ങൾ കണ്ടിരുന്നോ അബ്രാമിനെ അടിക്കുന്നത്? എവിടെ വെച്ച മോനെ അടിച്ചത്? പാടത്ത് വെച്ച്. എന്താ ചെയ്ത അവര്? ഒരു ചേട്ടൻ ഓടി വന്ന് കൊഴുന്നാ കയറി പിടിച്ചൊരു ഒറ്റടിയോ മോതൊക്കെ കൊടുത്ത. അപ്പൊ അഭിച്ചേട്ടൻ ചോദിച്ചു കാര്യം എന്താന്ന് ചോദിച്ചിട്ടൊന്നും മിണ്ടണില്ല. അതുകൊണ്ട് തല നോക്കി ഒരു ചേട്ടൻ ഒറ്റടി കൊടുത്തു. എന്താ വെച്ചാ അവര് ഉപദ്രവിക്കുന്നൊക്കെ? കൈ വെച്ചൊരു കമ്മുണ്ടായിരുന്നു. വടിയുണ്ടായിരുന്നു കയ്യില്. എന്നിട്ട് ഞങ്ങളവിടെ ഓടിക്കോളാൻ പറഞ്ഞു. അന്നേരം ഞങ്ങളെ ഓടി. മറ്റേ ആ ചേട്ടന്മാര് ഇങ്ങനെ വന്നിട്ട് ഇടിച്ച് കുറെ വട്ടം ഇടിച്ച്. ഒരു ചേട്ടൻ ഇങ്ങനെ കയറി പിടിച്ച് ഒരു ചേട്ടൻ ഇടിക്കായിരുന്നു. അത് എന്നിട്ട് ഞങ്ങൾ ഓടി പാർട്ടിക്കാരൊക്കെ ചെന്ന് വിളിച്ചായിരുന്നു. എന്നിട്ട് ആ ചേട്ടൻ ഇങ്ങനെ പിടിച്ചെന്റെ മൂരിയാണ്. അഭിരാമിന്റെ കഴുത്തിന് പിടിച്ചു കൊണ്ടുപോയി. അവരിങ്ങനെ തള്ളി ആ ചേച്ചി ഉള്ളിലാട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് അവരുള്ളിലാട്ട് കയറ്റിട്ട് അവര് പോണില്ലായിരുന്നു. കുറെ പറഞ്ഞിട്ട് അവര് പോയത്. ഇവിടെ ഇത് നിരന്തരം ഇത്തരത്തിൽ മർദ്ദനം ഉണ്ടാവാറുണ്ടോ? നിങ്ങൾ പോകുമ്പോ പഠിക്കാനൊക്കെ പോകുമ്പോ എന്താ സാഹചര്യം? പഠിക്കാനൊക്കെ പോകുമ്പോ ഇവന്മാരുടെ ക്രൂര മർദ്ദനം തന്നെ. ഞങ്ങള് പുറത്തായിട്ട് പോകുമ്പോൾ ഞാൻ കോളേജിലാണ് പഠിക്കണം. കോളേജിൽ പോകുന്ന സമയത്ത് എൻ്റെ ഒരു 10-20 പേര് പട്ടം പൂട്ടിയിടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഇവിടെ ഈ മർദ്ദനത്തിരിയായവൻ്റെ രക്ഷിതാക്കളൊക്കെ വന്ന് വള്ളത്തിന് വന്ന് ഞങ്ങളെ കൊണ്ടുപോയത്. അതാണ് ഈ ടോം ഇതൊരു ദ്വീപാണ്. അപ്പൊ കുട്ടികൾക്ക് പോയി വരാനൊക്കെ ഉള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ജങ്കാർ സംവിധാനവും ബോട്ടും ഒക്കെ ഉള്ളു. അപ്പൊ ഈ കയറി വരുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവര് ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഞാനിപ്പോ കുറച്ചു നേരത്തെ ഇവിടെ നിന്നപ്പോ ഇവരോട് പെരുമ്പളം പാലത്തെ കുറിച്ച് ചോദിച്ചു. അപ്പം അവർ പറയുവാണ്, പറയുന്ന കേട്ടാൽ നമുക്ക് സങ്കടം തോന്നും. അവർ പറയുവാണ് അതായത് ജങ്കാർ ഉണ്ടെങ്കിൽ വരുന്നതിനൊരു സമയപരിധിയെങ്കിലും ഉണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് അത്രയെങ്കിലും സുരക്ഷിതമായിട്ട് ഉറങ്ങാം. പാലമാണെങ്കിൽ അവർ വാഹനം വഴി വന്ന് ആക്രമിച്ചിട്ട് പോകുന്നു. അത്തരം മോശം സാഹചര്യമാണ്. ഈ നിയമ സംവിധാനങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നുള്ള ാണ്. മറ്റമ്മമാരോട് കൂടി നമുക്ക് ചോദിക്കാം. എന്താ നിങ്ങളുടെയൊക്കെ ഒരു ഭീതി എന്താണെന്ന് പറയുമോ? ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മക്കൾ പുറത്തേക്ക് പോയാൽ തിരിച്ചു എപ്പോഴാ വന്നേന്നുള്ള ഒരു ആദിയിൽ തന്നെ ഞങ്ങൾ ഉറങ്ങണത്. ഉറങ്ങാറില്ല സത്യം പറഞ്ഞാൽ. ഇതുങ്ങൾ പുറത്തേക്ക് പോയി ഒരു ഉത്സവപ്പറമ്പിൽ പോയ പിന്നെ ഞങ്ങൾ അതുങ്ങൾ വരുന്നവരെയും ഫോൺ വിളിച്ചോണ്ടിരിക്കും. മക്കളെ നിങ്ങൾ എവിടെയാണ്, എന്താണ് ഇത്? ഇവർ വൈരാഗ്യ ബുദ്ധിയോടെയാണ് ഓരോ പ്രാവശ്യം ബുദ്ധിയോടുകൂടെ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കണം. എത്ര പറഞ്ഞാലും ആ പിള്ളേർ ഒരു ആര് പറഞ്ഞാലും കേൾക്കണ പിള്ളേരല്ല. ഞങ്ങൾ ചെമ്മീൻകിള്ളിക്കൊണ്ട് നിന്നപ്പോഴത്തേനും ഇതുമാതിരി ടൈലിന്റെ പണി ചെയ്തിട്ടിരുന്ന ഒരു ചെറുക്കനെ തല്ലാനായിട്ട് പോലീസുകാരന്റെ വീട്ടിലാണ് വന്ന് അത്രയും ധൈര്യം കാണിച്ച ആ പിള്ളേര്. ഇവർ വന്ന് ആക്രമിച്ചോ? തല്ലാൻ വന്നിട്ട് അവരുടെ വീട്ടിൽ മതിലൊക്കെ ഉണ്ടായത് കാരണം ആ ചേട്ടൻ വേഗം മതിലൊക്കെ പൂട്ടി പിന്നെ പോലീസുകാരെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് അന്ന് ആ പിള്ളേര് അവനെ ഉപദ്രവിക്കാതെ പോയത്. അങ്ങനെ എപ്പോൾ വന്നാലും അതെ ഇതുങ്ങൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്തിട്ടേ പോകുള്ളൂ.
ഇതിപ്പോ ഇതിലിപ്പോഴേ പിന്നെ നിരന്തരം ഓരോ വീടുകളിലെയും കുട്ടികൾ ഈ അടുത്ത തലമുറ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണോ? പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ അമ്മമാരിങ്ങനെ കാത്തിരിക്കുകയാണ്, എവിടെയാണ് നീ എന്തെടുക്കുകയാണ് അവിടെ, ഇങ്ങോട്ട് പോരി, ഇത്രയും രാത്രിയായില്ല, അല്ലെങ്കിൽ പോകേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് വരുമ്പോഴത്തേലും ഇതിങ്ങളെ അകത്ത് കയറി വാളച്ച് കഴിഞ്ഞാണ് അമ്മമാർ ഇറങ്ങണത്. അങ്ങനെ മിറ്റത്താണ് സാറേ, ഇവിടെയാണ് ഞങ്ങൾ തൊട്ട് വീട്. പക്ഷെ ഇതിപ്പോ ലാസ്റ്റ് ഈ ഒരു വാണിയായല്ലോ സാറേ, ഒരു കുട്ടി മരിക്കുന്ന സാഹചര്യമായി. ഇനി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയുന്നത് ഈ സംഭവം ഇനി ഇവിടെ ഒരു വീട്ടിലുണ്ടാകാൻ പാടില്ല. ഇവന്മാർ നിയമത്തിൽ കൊണ്ടുവന്നാലും വെറുതെ ഇതാകണ്ട. അബിക്ക് എങ്ങനെ വേദനിച്ച അതുപോലെ എന്തെങ്കിലും ഒരു വേദന അവനും കിട്ടണം. അതാണ് ടോം ഇവർ പറയുന്നത്. അതായത് ഒരു നിസ്സഹായ അവസ്ഥയാണ് ഈ അമ്മമാരുടേത്. മക്കൾ പുറത്തേക്ക് പോയാൽ, കുട്ടികൾ പഠിക്കാൻ പോയാൽ തിരിച്ചു വരുമ്പോ, അല്ലെങ്കിൽ ഇവര് അടുത്തൊരു കല്യാണ വീടുണ്ടെങ്കിൽ ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇവർ പറയുന്നത് ആ 3 വർഷം മുമ്പ് ഉണ്ടായ സംഭവത്തിന്റെ പുറത്ത് വരുന്ന ഓരോ തലമുറയിലെ കുട്ടികളെയും, ഈ പ്രദേശത്തെ കുട്ടികളാണെങ്കിൽ അവർ ആക്രമിക്കപ്പെടും എന്നുള്ള രീതിയിൽ ഈ നമ്മളുടെ ഈ പോലീസും നിയമ സംവിധാനങ്ങളും ഒപ്പം ഭരണസമിതിയും പഞ്ചായത്തും ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ് ഇത്രയധികം കുട്ടികൾ നമ്മളോട് കൂടെ ചേർന്ന് നിന്നും രക്ഷകർത്താക്കൾ കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു പ്രതിസന്ധി പറയുന്നത്. ഇവർ പരാതി കൊടുക്കാത്തവരല്ല, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാത്തവരല്ല. പക്ഷേ ഈ നിയമ സംവിധാനങ്ങൾ തീർച്ചയായും ഈ അമ്മമാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കും ഇവർ പറയുന്ന കാര്യങ്ങൾക്കും ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. വളരെ ഭീതിയോടെ കഴിയുന്ന ഒരു സാഹചര്യം. ഇത്രയും തുടർച്ചയായി വർഷങ്ങളായി സാമൂഹ്യ വിരുദ്ധർ, ലഹരി സംഘങ്ങൾ അവിടെ അഴിഞ്ഞാടിയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസും ഭരണകൂടവും നടപടി സ്വീകരിക്കാത്തത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. ശരണ്യ, എന്താണ് ഇവരുടെ അടുത്തൊരു തീരുമാനം? എന്താണ് ഈ വിഷയത്തിൽ? ഈ കുട്ടികൾക്ക് നേരെ ഇതേ രീതിയിൽ ആക്രമണങ്ങൾ പതിവായിട്ടും ഒരു യുവാവിന്റെ ജീവൻ പൊലിയുന്ന സാഹചര്യം ഉണ്ടായിട്ടും യാതൊരു നടപടിയും പോലീസ് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമോ, അതോ ഈ രീതിയിൽ ഒരു വോട്ട് ബഹിഷ്കരിച്ചുകൊണ്ട് മാത്രമായിരിക്കുമോ ഇവരുടെ പ്രതിഷേധം? അതല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും വരെ, അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കും വരെയും ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനായിരിക്കുമോ ഈ നാട്ടുകാരുടെ തീരുമാനം? ശരണ്യ. ടോം, ഈ മരണം സംഭവിച്ച ദിവസം മുതൽ തന്നെ ഈ നാട്ടുകാർ, ഈ ഇപ്പോൾ കൂടിയിരിക്കുന്ന ഈ കുട്ടികളും നാട്ടുകാരും എല്ലാവരും, ഇവിടെ ഈ അമ്മമാരും എല്ലാം ഈ വീട്ടിൽ തന്നെയുണ്ട്. അവരുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി നഷ്ടപ്പെട്ടതിന്റെ വേദന എല്ലാവരുടെയും മുഖത്തുണ്ട്. ഒപ്പം തന്നെ കടുത്ത രോഷവും ഈ രക്ഷകർത്താക്കൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായൊന്നും അത്ര മുന്നോക്കം നിൽക്കുന്ന ആളുകളല്ല, സാധാരണ ജനവിഭാഗങ്ങളാണ് ഇവര്. ഇവരുടെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ഈ പഞ്ചായത്തും രാഷ്ട്രീയ നേതാക്കന്മാരും അവർ പറയുന്ന മാർഗനിർദ്ദേശങ്ങളും ഒക്കെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കൊടുത്ത പരാതികളും നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ ചെന്ന് നൽകിയ അപേക്ഷകളും ഒക്കെ പിന്നീട് ഒത്തുതീർക്കപ്പെട്ടു പോയി എന്നുള്ളത് തന്നെയാണ് വീണ്ടും ഈ സംഭവങ്ങൾ ആവർത്തിക്കാനായി ഇടയാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ഇപ്പോൾ ഒരു കടുത്ത പ്രതിഷേധത്തിന്റെ രൂപത്തിലേക്ക് ഈ രക്ഷകർത്താക്കളുടെ മാനസിക നില മാറുന്നു. അവരൊരു വോട്ട് ബഹിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് അല്ലെ? എന്താണ് നിങ്ങളുടെ പ്രതിഷേധത്തിന് തുടക്കം? ഞങ്ങള് ഇതിനൊരു ഇവൻ മരിക്കാൻ ഇടയായ കാരണം അവൻ തല്ലിച്ചതച്ചത് കൊണ്ടാണ്, ആ മാനസിക പീഡനത്തിലാണ് അബി ആത്മഹത്യ ചെയ്തത്. അതെ, അത് കൃത്യമായ ആത്മഹത്യ കുറിപ്പിലുമുണ്ടല്ലേ? ഉണ്ട്. അവന്റെ ഇനിയുള്ള തലമുറക്കെങ്കിലും അവന്റെ കൂട്ടുകാർക്ക് ഇനിയൊരു അവസരം ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ് അവൻ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയേക്കണത്. അതുകൊണ്ട് ഇവനെ ചെയ്തവരില്ലേ എത്ര പേരുണ്ടോ അത്രയും പേര് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എങ്കിൽ മാത്രം, നാളെ കൊണ്ടുവരികയാണെങ്കിൽ, നാളെ വൈകുന്നേരം 6 മണി വരെ ഉണ്ട് വോട്ട്, ആ 6 മണിക്കുള്ളിൽ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യും. പോലീസ് കേസെടുക്കുകയോ മറ്റു കാര്യങ്ങളോ ഈ മർദ്ദനത്തിനെ സംബന്ധിച്ച് യാതൊരുവിധ കേസും എടുത്തിട്ടില്ല അല്ലേ? കേസ് മറ്റേ ഈ റിപ്പോർട്ട് മാത്രമേ ഇപ്പൊ അവിടെ ഉള്ളു. പിന്നെ പരാതി നമ്മള് മറ്റേ ഇത് ആത്മഹത്യ ചെയ്തതിന്റെ പരാതി കൊണ്ട് കൊടുക്കുമല്ലോ, അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ എഫ്ഐആർ ഇട്ടോ? കേസ് എടുത്തോ? എന്തായാലും എഫ്ഐആർ ഇട്ടില്ലേ? എഫ്ഐആർ ഇട്ടെന്നാണല്ലേ പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ അസ്വാഭാവിക മരണത്തിനല്ലാതെ തലേദിവസം അഭി മർദ്ദിക്കപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള പരാതിയോ കാര്യങ്ങളോ അത്തരം അന്വേഷണമോ നടന്നിട്ടുണ്ടോ പോലീസിന് ഭാഗത്തുനിന്ന്? പോലീസ് ഇവിടെ ഇന്നലെ വന്നായിരുന്നു. വന്നിട്ട് ആ പിള്ളേരുടെ വീട് അന്വേഷിച്ചാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നമ്മുടെ കുട്ടിയാണ് കൊണ്ടുപോയി വീട് കാണിച്ചു. നിങ്ങൾ ഇവിടെ എത്ര പേരുണ്ട്? എത്ര പേരാണ് വോട്ട് ബഹിഷ്കരണത്തിലേക്ക് പോകുന്നത്? ഞങ്ങളൊരു 270 ജനങ്ങളുണ്ട്. ഇപ്പൊ അങ്ങനെ ചെയ്യരുതെന്നാണ്, 270 പേരും വോട്ട് ചെയ്യരുതെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്നാലും ഇപ്പൊ ഈ കാണുന്ന കുട്ടികൾ
ആളുകളെല്ലാം ഇവർക്കെല്ലാം വോട്ടുള്ളവരല്ലേ? എല്ലാവരും ഉണ്ട്. ആണ്. നമ്മളങ്ങനെ ആ ഒരു മുൻകരുതലാണ്. കാരണം ഇവനൊരു നിയമം കിട്ടണം. ഇവൻ ആ ചെയ്തവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നതിന് അതല്ലെങ്കിൽ ഈ പറഞ്ഞ വോട്ട് ബഹിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ ഫലം കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മാസ് പെറ്റീഷനുമായി മുന്നോട്ട് പോകാനാണോ? എസ് പിക്ക് ഞങ്ങൾ അപേക്ഷ ഉടനെ കളക്ടർക്ക് കൊടുക്കും, പരാതി കൊടുക്കും. അതാണ് അവര് പറയുന്നത്. അതാണ്. എന്തായാലും എല്ലാവരും അങ്ങനെയാണോ? എല്ലാവരും വോട്ട് ബഹിഷ്കരണം ഈ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് അമ്മമാര് മൊത്തം ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാട്ടുകാർ സൂചിപ്പിച്ചതുപോലെ അവർ വളരെ ഭയത്തോടു കൂടിയാണ് അവിടെ ജീവിക്കുന്നത്. ഭയം കൂടാതെ അവിടെ കഴിയാൻ, സ്വന്തം നാട്ടിൽ കഴിയാനുള്ള സാഹചര്യം ആ കുരുന്നുകൾക്കുണ്ടാകണം, വീട്ടുകാർക്കുണ്ടാകണം. എന്തായാലും ആ രക്ഷിതാക്കളുടെ, ഓരോ സ്ത്രീകളുടെയൊക്കെ മുഖത്ത് അവരുടെ വാക്കുകളിലൊക്കെ ഭയം നിഴലിക്കുന്നുണ്ട്. ശക്തമായ നടപടിയാണ് അക്രമികൾക്കെതിരെ പോലീസ് സ്വീകരിക്കേണ്ടത്. മാത്രമല്ല, അഭിരാം എന്ന യുവാവിന്റെ ആത്മഹത്യക്ക് കാരണമായത് ആരാണോ, ഈ യുവാവിനെ ആക്രമിച്ചതാരാണോ, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നമ്മുടെ ഭരണകൂടത്തിനും പോലീസിനും കഴിയണം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു. Please vote